ഒരിക്കലും നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യമില്ല. കാരണം മെക്കാവിന്റെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാം, ഏകദേശം 3.80-4 ലക്ഷം രൂപയൊക്കെയാണ് മെക്കാവ്. ഏറ്റവും വലിയ ഒരു ഫാൾട്ടായി പോയത്. കാരണം വന്ന അന്നോട്ട് തന്നെ പ്രശ്നങ്ങളായിരുന്നു, പക്ഷെ ഞാൻ കാര്യമാക്കിയില്ല. കാരണം അന്ന് തൊട്ട് അതിന്റെ പിറ്റേ ഇൻട്രസ്റ്റ് ആണ്. കാരണം ഏത് ബേർഡിനെ കിട്ടിയാലും ചെയ്യാമെന്നുള്ള എന്റെ ആ ഓവർ കോൺഫിഡന്റ് നശിച്ചൊരു സമയമായി. ഏറ്റവും വലിയ തെറ്റ് വെച്ചാൽ ഞാൻ എന്റെ ഏവിയറിയിൽ തന്നെ അത് കേജ് അടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും അടിക്കാതെയായി. മുട്ടയും ചാടി ഇറങ്ങി, എഗ്ഗുകൾ പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നോട് ഒരുപാട് ബേർഡ് ബ്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ബേർഡ്സേക്ക്. എന്റെ പേര് വിശാഖ്. അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല, നമ്മളെ മെക്കാവിന് പറ്റിയതാട്ടോ. നമ്മൾ മെക്കാവിന് മേടിച്ചിരുന്നു, നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിരുന്നു. അപ്പൊ മെക്കാവിന് പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെല്ലേക്കിന് ഇവിടെ മറക്കരുത് കേട്ടോ. നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഗൈസ്, നമ്മളൊക്കെ ബേർഡ് ലവേഴ്സിന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഈ മെക്കാവിനെ പോലത്തെ ഒരു ബേർഡ് എടുക്കുക, അല്ലെങ്കിൽ ഗ്രേ പാരറ്റിനെ പോലത്തെ ബേർഡ് എടുക്കുക. ഞാൻ ബേർഡ് ലവേഴ്സിനോട് ചോദിച്ചാൽ ഓരോ ലക്ഷ്യത്തിന്റെ ഏറ്റവും അവസാനം, അതുപോലെ തന്നെ ഓരോക്കെ ഒരു ഏറ്റവും വലിയ ആഗ്രഹത്തിൽ ഒന്നായിരിക്കും മെക്കാവോ എന്നാണ് ബേർഡ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ നമുക്ക് എന്താ വെച്ചാൽ ഞാനൊക്കെ ബേർഡുകളെ ഇഷ്ടപ്പെട്ട സമയം തൊട്ടിട്ട് എന്റെയൊക്കെ ഡ്രീമാണ് ഈ മെക്കാവിനെ എടുക്കുക എന്നുള്ളതൊക്കെ. ഒരിക്കലും നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യമില്ല. കാരണം മെക്കാവിന്റെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാം, ഏകദേശം 3.80-4 ലക്ഷം രൂപയൊക്കെയാണ് മെക്കാവ്സിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ നമ്മളെ പോലത്തെ ഒരാൾക്കും അങ്ങനെ അത് അഫോർഡബിൾ അല്ല, എടുക്കല് ഭയങ്കര റിസ്ക് ആണ്. ഓക്കെ, എന്നാലും നമ്മൾ അതിനെടുത്തു. ആള് വന്നിരുന്നു, ആളെ നമ്മളെടുത്തു. പക്ഷെ നമുക്ക് വലിയ 2-3 ഇഷ്യൂസ് ഉണ്ടായി. ഇഷ്യൂസ് വെച്ചാൽ മെയിൻ ഇഷ്യൂസ് നോയ്സിന്റെ ഇഷ്യൂ ആണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു ആ ബേർഡ്. ഭയങ്കര നോയ്സി ബേർഡ് വെച്ചാൽ നമ്മൾ ആ സമയം നമ്മളെ ഗ്രേ പാരറ്റ്, അതുപോലെ തന്നെ റൊസല്ല, ടർക്കോയിസ്, റംബ്, ഷോബജീസുകളൊക്കെ എഗ് നിൽക്കുന്ന സമയം, എല്ലാവരും ബ്രീഡായി നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ആ മെക്കാവിനെ എടുത്തത്. കാരണം എന്റെ ഏറ്റവും വലിയ ഒരു ഫാൾട്ടായി പോയത്. കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ആ മെക്കാവ് കാരണം ഉണ്ടായി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നഷ്ടം വെച്ചാൽ എന്റെ ഉറക്കം പോയി എന്നുള്ളതാണ്. ആദ്യത്തെ നഷ്ടം വെച്ചാൽ ഞാൻ കറക്റ്റായി പറയാം, അതിന്റെ ഉറക്കം പോയി. കാരണം എന്താ എന്ന് വെച്ചാൽ മെക്കാവിന്റെ കാര്യത്തില് ഇന്ന് വരെ ഞാനിവിടെ ബേർഡ്സിന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടുകാർക്കോ എന്റെ വീട്ടുകാർക്കോ അങ്ങനത്തെ ഒരാൾക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞാൻ ഇന്ന് വരെ ബേർഡ്സിനെ ബ്രീഡ് ചെയ്തത്. പക്ഷേ മെക്കാവ് വന്ന സമയം തൊട്ട് നോയ്സിന്റെ ഇഷ്യൂ വലിയ രീതിയിലായി, എല്ലാവർക്കും ഇഷ്യൂ ആയി തുടങ്ങി. ഇവ നമ്മൾ തൊട്ട് വീടിന്റെ അപ്പുറത്തുള്ളവർക്ക് പോലും ഒരു ഇറിറ്റേഷനുള്ള സൗണ്ട് ആയിരുന്നു. കാരണം നമ്മൾ നോർമൽ മെക്കാവേഴ്സ് ഒക്കെ രാത്രി ചിലപ്പോൾ 2 വട്ടം 3 വട്ടം കരയുള്ളൂ, അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് കരയുള്ളൂ. സൗണ്ട് ഇല്ലാത്ത കരയുന്നല്ല, അതായത് അധികം നേരം കണ്ണുകളെ കരയുന്നവരെ അങ്ങനെ കരയും നിൽക്കൂല. പക്ഷെ ഇവരെന്ന് വെച്ചാല് വന്ന സമയം തൊട്ട് ഭയങ്കര കരച്ചിലും അലറുന്നു. ഞാൻ എന്റെ ക്യാമറേന്റെ വീഡിയോ, CCTV വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആ ഒരു കരച്ചിൽ കാരണം എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, നിലവിൽ നമ്മളെ ബേർഡുകളെല്ലാം തന്നെ പേടിച്ചു. അതായത് റൊമ്പ്, റൊസല, ടർക്കോയ്സ് ഒക്കെ ഇവര് സൈലൻസ് ഇഷ്ടപ്പെടുന്ന ബേർഡ്സ് ആയിരുന്നു. നമ്മൾ ഇവരെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ സണ്ണുകളൊക്കെ കൊടുത്തിരുന്നത്. ഓക്കെ, നിലവിൽ കൊടുത്തിരുന്നത്. അങ്ങനെ അവരൊക്കെ പേടിച്ചു, അവർ മുട്ട കിടക്കാതെയായി, മുട്ടയും ചാടി ഇറങ്ങി, എഗ്ഗുകൾ പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നോട് ഒരുപാട് ബേർഡ് ബ്രീഡേഴ്സ് പറഞ്ഞു, നീ ഇപ്പൊ എടുത്ത ഡിസിഷൻ തെറ്റാണ്. ഏറ്റവും വലിയ തെറ്റ് വെച്ചാൽ ഞാൻ എന്റെ ഏവിയറിയിൽ തന്നെ അത് കേജ് അടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും അടിക്കരുത്. മെക്കാവയ്ക്ക് സെപ്പറേറ്റ് വേറെ കേജ് അടിക്കണം. 2 പോർഷൻ 3 പോർഷനെങ്കിലും മിനിമം മറച്ചിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഓരോരുത്തരും ഓരോന്നാണ് ഞാൻ ചോദിച്ചു പറഞ്ഞത്. നമുക്ക് അതിനെ പോയിട്ട് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ആ രീതിയിലാണ് ഓരോരുത്തരും പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ മെക്കാവിന്റെ കേജ് കാണിച്ചു തരാം. ഇതാണ് മെക്കാവിന്റെ കേജ് കേട്ടോ. ഇത്രയും വലിയ കേജാണ്. ഏകദേശം 7, 8, 12, 7 അടി നീളം, 8 അടി വീതി, 12 അടി ഉയരം. അങ്ങനെയാണ് നമ്മൾ കേജ് കൊടുത്തിരുന്നത്. കണ്ടില്ലേ, ഇത്രയും വലിയൊരു കേജാണ് നമ്മൾ നിലവിൽ മെക്കാവയ്ക്ക് കൊടുത്തിരുന്നത്. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് എന്റെ ഏട്ടൻ, ശ്യാമേട്ടൻ എന്ന് പറഞ്ഞ എന്റെ ഏട്ടൻ അടിച്ചു തീർക്കാണ് കേജ്. കാരണം മൂപ്പർക്ക് എന്നെ പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷികളിൽ. അങ്ങനെ മൂപ്പര് അത്രയും കഷ്ടപ്പെട്ട് രാത്രി 12 മണിയോ 12 വരെ നിന്നിട്ട് അടിച്ചൊരു കേജാണ്. ഞങ്ങൾ അത്രയും ആഗ്രഹത്തോടു കൂടി അടിച്ചതാണ് ഈ ഒരു കേജ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം ഇതിലാകെ മെക്കാവയ്ക്ക് കിടക്കാൻ ഏകദേശം വിധി ഉണ്ടായത് വെറും 1 ആഴ്ച 2 ആഴ്ചയാണ്. ഒരാഴ്ച ഈ കേജിനുള്ളിൽ മെക്കാവയ്ക്ക് കിടക്കാനുള്ള വിധി ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവരെ ഇതൊന്ന് പറഞ്ഞു വിട്ടു, നമ്മള് സെയിൽ ചെയ്തു. കാരണം നമുക്ക് ഇവിടെ പോറ്റ നിർത്തില്ല. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്. കാരണം എന്താ വെച്ചാല് ഇത്ര അടുത്തൊരിക്കൽ നമ്മൾ കേജ് ചെയ്ത്, കാരണം നമ്മളെ മക്കളൊക്കെ ഇവിടെ ബ്രീഡായി കിടക്കുക, ഇവരൊക്കെ ഇവിടെ ബ്രീഡായി കിടക്കുന്ന സമയമായിരുന്നു.
ക്രിംസൺ അടക്കം ബ്രീഡായി കിടക്കുന്ന സമയം ഒക്കെ അതിന് ഇറങ്ങി ചാടി ഇറങ്ങി ആകെ അലമ്പായി ഒരു ബേർഡുകളും കേജ് കയറാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ എനിക്ക് മുമ്പോട്ട് പോകാൻ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അമ്മ പറഞ്ഞു നമ്മൾ കാരണം അടുത്തുള്ളവർക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. സോ ഞാൻ എന്താക്കി സെയിൽ ചെയ്തു. എനിക്കത് എടുത്ത് നിന്ന് സാധിക്കാവുന്ന മൂപ്പരായിരുന്നു. മൂപ്പരാണ് എനിക്ക് ആ ബേർഡിന് എടുത്തു തന്നിരുന്നത്. അപ്പോൾ മൂപ്പരാണ് ഞങ്ങൾ മിക്ക ബേർഡ്സും മൂപ്പരാണ്. അപ്പൊ ഞങ്ങൾ തന്നെ ബ്രീഡ് ചെയ്യാനുള്ള മൈറ്റ്, കാരണം നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ആണ്. കാരണം ഏത് ബേർഡിനെ കിട്ടിയാലും ചെയ്യാമെന്നുള്ള എൻ്റെ ആ ഓവർ കോൺഫിഡന്റ് നശിച്ചൊരു സമയമായിരുന്നു അത്. അതോടുകൂടി ഞാൻ ബേർഡ്സിനെ ഒന്നും കൂടി പഠിക്കാൻ ശ്രമിച്ചിട്ടോ. അതാണ് സത്യം പറഞ്ഞ. കാരണം ഗ്രേ പാറ്റ് നമുക്ക് 2 പേരുണ്ട്, ഒരു വിഷയമില്ല അവരെ പറ്റിയിട്ട്. നമുക്ക് സണ്ണുകളുണ്ട് 2-3 പേരുണ്ട്. സണ്ണും നമുക്ക് വലിയ വിഷയമില്ല. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നതാണ് എന്റെ ഷോപ്പ് നോയിസ്. ഇതാണ് ശരിക്കും എന്റെ ഏരിയയിലെ വ്യത്യാസം. മറിച്ച് ഞാനല്ല ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാവുക വേറെ കാര്യം. ഇപ്പൊ എല്ലാവരും ഓരോതായ കാര്യങ്ങൾ ഇത് ഫുഡ് കാര്യങ്ങൾ കഴിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ മെക്കാവിന്റെ വീഡിയോ അപ്ഡേഷൻ ഒരുപാട് പേര് വെച്ചു. കാരണം ഞാൻ ആ മെക്കാവിന്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് എന്റെ പേഴ്സണൽ വന്ന മെസ്സേജുകളൊക്കെ ഒരുപാട് ചെയ്യുന്നു. കാരണം ഞങ്ങളൊക്കെ ഡ്രീമാണ് അച്ചീവ് ചെയ്തല്ലോ എന്ന് കാരണം ഭയങ്കര ഹാപ്പി എന്നല്ലാതെ ഞാനും ഓൾമോസ്റ്റ് അത്രയും ഹാപ്പി ആയിരുന്നു. പക്ഷെ ആ ഒരു സന്തോഷത്തിന് അധികം ദിവസം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അന്ന് തൊട്ടിട്ട് തന്നെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഞാൻ കാര്യമാക്കിയില്ല. കാരണം അന്ന് അതിന്റെ പിറ്റേന്ന് ഞാൻ ഊട്ടിക്ക് പോയി. ഞാനും എൻ്റെ ഏട്ടന്മാരെ കൂടിയിട്ട് ഊട്ടി പോയി. അന്ന് അമ്മ കുറെ അനുഭവിച്ചു. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ വിശന്നിട്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേന്നും ഞാൻ ക്യാമറ ചെക്ക് ചെയ്ത സമയത്ത് ഫുൾ ടൈം അലർച്ച. പിന്നെ ഒന്ന് വിളികളായി, ഏതാ ബേർഡിനെ കൊണ്ടുവന്ന ബേർഡ് കരയുന്നുണ്ടല്ലോ, എന്തെങ്കിലും കൃഷി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളികളായി. അപ്പൊ പിന്നെ എന്റെ മനസ്സമാധാനം പോയി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൊടുത്തത് കേട്ടോ. പക്ഷെ ഭാവിയിൽ നമ്മൾ തന്നെ നിർത്തുന്ന ഒരു പ്രതീക്ഷയും വേണ്ട. ഭാവിയിൽ നമ്മൾ എന്തായാലും മെക്കാവിനെ ചെയ്തിരിക്കും. ഹാൻഡ് ഫീൽഡ് എടുത്തിട്ട് നമ്മൾ റേസ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും നമ്മൾ ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ, ഇനി വരുന്ന ബേർഡ്സിന്റെ അപ്ഡേഷൻ കൂടി നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളെ ചാനലിൽ പ്രത്യേകം ഇത്രയും ബേർഡ്സ് റിലേറ്റഡ് വീഡിയോസ് മാത്രമേ ചാനൽ ഇടാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ. അപ്പൊ അത്തരം വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ്, തൊട്ടുള്ള ബെല്ലേക്ക് എനേബിൾ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണാൻ. ബൈ.